ഇപ്പോൾ യൂട്യൂബിൽ വ്യൂസ് കുറയുന്നവർക്ക് ഒറ്റ പരിഹാരം, ഹൗ ടു ഗെറ്റ് മോർ വ്യൂസ് ഓൺ യൂട്യൂബ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ ചാനലിൽ എന്തുകൊണ്ട് വ്യൂസ് വരുന്നില്ല. നല്ല രീതിയിൽ വ്യൂസ് വന്നുകൊണ്ടിരുന്നു, പക്ഷേ ഇപ്പോൾ വ്യൂസ് വളരെ കുറവാണ്. അപ്പോൾ വ്യൂസുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ എന്നോട് പലരും ചോദിക്കാറുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻ മാത്രമല്ല, എനിക്കും കൂടി വേണ്ടിയിട്ടുള്ള സൊല്യൂഷനാണിത് കേട്ടോ. വ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് യൂട്യൂബിൽ പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ. ഒരു ചാനലിൽ ഏറ്റവും വേണ്ടത് വ്യൂസാണ്. വ്യൂസ് അടിസ്ഥാനമാക്കിയാണ് നമ്മൾക്ക് എല്ലാം വരുന്നത്. സബ്സ്ക്രൈബേഴ്സ് വരുന്നത്, വാച്ച് ടൈം വരുന്നത്, ഏർണിങ്സ് കിട്ടുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും വ്യൂസ് അനുസരിച്ചാണ് വരുന്നത്. അപ്പോൾ നമ്മൾക്ക് യൂട്യൂബിൽ നിന്ന് എന്താണ് വേണ്ടത്? വ്യൂസ് വേണം. അതിനാണല്ലോ നമ്മൾ തമ്പനയിലൊക്കെ അടിപൊളിയാക്കുന്നത്. നല്ല നല്ല കണ്ടൻറ്റ് കൊടുക്കണം. എൻ്റെ കൂട്ടുകാർക്ക് നല്ല നല്ല അഡ്വൈസ് കൊടുക്കണം. ചാനലിൽ വ്യൂ ഉണ്ടെങ്കിലേ നമ്മൾക്ക് നിലനിൽപ്പുള്ളൂ, കമൻസ് വരികയുള്ളൂ. വ്യൂസ് ഉണ്ടെങ്കിലേ ലൈക്സ് കിട്ടുകയുള്ളൂ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുത്തേക്കണേ ഫ്രണ്ട്സ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഒരുപാട് പേർക്ക് ഈ പ്രതിസന്ധി നടക്കുന്നുണ്ട്. വ്യൂസ് കിട്ടാത്ത പ്രശ്നം. എൻ്റെ ചാനലിൽ ഈ പ്രശ്നമുണ്ട് കേട്ടോ. നിങ്ങൾ വീഡിയോസ് ഇടുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ഒരു വീഡിയോ 2 ദിവസം മുമ്പ് ഇട്ടു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നിങ്ങളെല്ലാവരും എൻ്റെ ഫാമിലിയാണ് അല്ലേ? അപ്പോൾ എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഉയർന്നു വരുന്നത്. നിങ്ങൾക്ക് ഞാൻ ഓരോ അറിവ് പകർന്നു തരുമ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് എൻ്റെ ചാനൽ ഗ്രോ ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ എൻ്റെ ഫാമിലി എന്നെ സപ്പോർട്ട് ചെയ്യുമ്പോൾ തിരിച്ച് ഞാൻ എൻ്റെ ഫാമിലിക്ക് നിരന്തരം കണ്ടൻറ്റ് കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് കീപ്പ് ചെയ്താൽ മാത്രമേ നമ്മുടെ ചാനൽ ഗ്രോ ചെയ്യുകയുള്ളൂ. അപ്പോൾ ഒരു 4 ദിവസം, 5 ദിവസം, ഇല്ല ഒരു 7 ദിവസം, 14 ദിവസം ഇങ്ങനെ വിട്ടുനിന്നു. ഇങ്ങനെ വീഡിയോ ഇടുന്നതിൻ്റെ ഗ്യാപ്പ് ശ്രദ്ധിക്കണം. ഗ്യാപ്പ് വരുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ ഫാമിലിക്ക് തുടർച്ചയായിട്ട് വീഡിയോസ് കിട്ടാതെ വരും. നമ്മുടെ ഫാമിലി വീഡിയോ കാണുന്ന ഒരു സമയമുണ്ട്. ഇപ്പോൾ ഞാൻ സാധാരണ രാവിലെ ഒരു 9 മണിക്കാണ് എൻ്റെ ഈ ചാനലായ ടെക്കി ലേഡിയിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ ഫാമിലി പുതിയ കണ്ടൻറ്റ് വന്നോ എന്ന് നമ്മുടെ ചാനലിൽ വന്ന് നോക്കും. കാരണം ആ ഒരു ടൈമിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. 8 മണി, 8:30 മണി, 9 മണി എല്ലാം നിങ്ങൾ വന്നിപ്പോൾ എൻ്റെ ചാനലിൽ വീഡിയോസ് വന്നിട്ടുണ്ടോ എന്ന് നോക്കും. സാധാരണ ഞാൻ രാത്രിയിലാണ് വീഡിയോ എടുത്ത് എഡിറ്റൊക്കെ ചെയ്ത് അപ്പോൾ തന്നെ ഞാൻ രാവിലെ 9 മണിക്ക് ഇത് പബ്ലിഷ് ആകാനായിട്ട് ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്നതാണ് പതിവ്. അപ്പോൾ കൺസിസ്റ്റൻസി, ടൈമിംഗ് എല്ലാം നമ്മൾ കീപ്പ് ചെയ്യണം. അപ്പോഴല്ലേ വീഡിയോയ്ക്ക് എൻഗേജ്മെൻറ്റ് വരികയുള്ളൂ. അപ്പോൾ ഒരുപാട് എൻഗേജ്മെൻറ്റ് വരുമ്പോഴാണ് യൂട്യൂബ് നമ്മുടെ വീഡിയോസ് റെക്കമെൻഡ് ചെയ്യുന്നത്. കൂടുതൽ പേരുടെ മുൻപിൽ യൂട്യൂബ് നമ്മുടെ വീഡിയോസ് കൊണ്ടുപോകുന്നത്. ബിഗിനേഴ്സ് വന്ന് കുറേ സമയം പരീക്ഷിച്ച് പല സമയങ്ങൾ പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു നല്ല ടൈം ക്ലിക്കാകും വീഡിയോ ഇടാൻ. ആ ടൈം നിങ്ങൾ കീപ്പ് ചെയ്താൽ മതി. അങ്ങനെയാണ് നിങ്ങൾ റിസൾട്ട് ഉണ്ടാക്കേണ്ടത്. അനലിറ്റിക്സിൽ പോയാൽ ഗ്രാഫ് സഹിതം നമ്മളുടെ വീഡിയോയുടെ പെർഫോമൻസ് നമ്മൾക്ക് കാണാൻ പറ്റും. വാച്ച് അവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ നമ്മൾക്ക് ഗ്രാഫ് വഴി കാണാൻ പറ്റും. അപ്പോൾ ഒരു പ്രധാന കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലും എത്രയോ പേര് വന്നിട്ട് നമ്മുടെ വീഡിയോസ്, ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് അല്ലാത്തവരും നമ്മുടെ വീഡിയോസ് കാണാത്തവരായിട്ട് ഒരുപാട് പേരുണ്ടാകും. അപ്പോൾ യൂട്യൂബ് അവരുടെ മുമ്പിൽ നമ്മളുടെ വീഡിയോസ് കൊണ്ടുപോകുമ്പോൾ അവർക്ക് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർ നമ്മുടെ ചാനലിനെ സബ് ചെയ്യും അല്ലേ? അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടും. അപ്പോൾ അങ്ങനെ സബും കയറും. അപ്പോൾ ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ളൊരു പ്രധാന ഘടകം, ഒരു അടിസ്ഥാന ഘടകം എന്താണ്? അത് നമ്മൾ യൂട്യൂബിനെ കുറിച്ചിട്ടുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ അത് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ചാനലിൽ വ്യൂസ് കുറയുമ്പോൾ നമ്മുടെ ഈ പോരായ്മകൾക്കെല്ലാം, അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? യൂട്യൂബിനെ കുറ്റം പറയുന്നതിന് മുമ്പ്
നമ്മളുടെ നേരെ തന്നെ വിരൽ ചൂണ്ടണം. നമ്മളിൽ എന്തെങ്കിലും കുറവുകളുണ്ടോ, ആ കുറവുകൾക്കൊരു പരിഹാരം കാണണോ, അതിന് എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ടോ? അപ്പോൾ ഇതൊക്കെ നമ്മൾ എങ്ങനെ ഇതിൽ നിന്നും നമ്മൾ തരണം ചെയ്ത് കരകയറാനാണ്. ഗ്രാഫ് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. നിങ്ങളുടെ തമ്പനയിൽ ചിലപ്പോൾ ഓക്കെ ആയിരിക്കാം, പക്ഷേ വീഡിയോ ഇടുന്നതിൽ കൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ റീച്ച് വല്ലാതെ കുറയും. കാലക്രമേണ നമ്മുടെ ഫാമിലിക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാതെ വരും. അപ്പോൾ എപ്പോഴും നോട്ടിഫിക്കേഷൻ കിട്ടുന്ന ഒരു വ്യക്തിക്ക് അത് പോകാതെ വരുമ്പോൾ അവർ മെല്ലെ മെല്ലെ നമ്മളെ മറക്കുവാൻ തുടങ്ങും. സാധാരണ പല കൂട്ടുകാരും ഇങ്ങനത്തെ വീഡിയോസ് കാണാതെ പ്രോബ്ലം വരുമ്പോൾ മാത്രം എന്നോട് വന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ തുടക്കക്കാരും നിങ്ങളെല്ലാവരും ഈ വീഡിയോസ് എല്ലാം കണ്ട് ഇതിൽ നിന്നും നിങ്ങളെല്ലാം ഉൾക്കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കണം. 2024 തൊട്ട് വലിയ വലിയ ക്രിയേറ്റേഴ്സിനൊക്കെ വ്യൂസ് കുറവാണ്. അപ്പോൾ നല്ല കണ്ടൻറ്റ്, അടിപൊളി കണ്ടൻറ്റ് നമ്മൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ അതിനായിട്ട് നമ്മൾ ഇത്രയും നേരം കൂത്തിയിരുന്ന് കഷ്ടപ്പെടേണ്ടി വരും. അതൊക്കെ പോട്ടെ, അതിനുവേണ്ടി നമ്മൾ സെർച്ച് ചെയ്യണം, കണ്ടൻറ്റ് ഉണ്ടാക്കണം. വെറുതെ കണ്ടൻറ്റ് ഒന്നും നമുക്ക് കിട്ടത്തില്ല. കിട്ടിയ കണ്ടൻറ്റ് നല്ല കണ്ടൻ്റ് ആണോ എന്ന് പറഞ്ഞ് നമുക്ക് വായിൽ വരുന്നതൊക്കെ വിളിച്ച് പറയാൻ പറ്റും. അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി കൃത്യമായിട്ടുള്ള കണ്ടൻറ്റ് വേണം നമ്മൾ അടുത്തവർക്ക് മനസ്സിലാക്കുവാനായിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് നമ്മൾക്ക് ഉണ്ടാകണം. അപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന കണ്ടൻറ്റ് നമ്മൾ കൊടുക്കണം. അപ്പോൾ അതിൻ്റെ എഡിറ്റിങ്, അതിൻ്റെ ഓഡിയോ, അതൊക്കെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ആൾക്കാർക്ക് കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലായാലേ അവർക്ക് നമ്മുടെ വീഡിയോസ് കാണാനായിട്ട് താല്പര്യം വരികയുള്ളൂ. മാത്രവുമല്ല, നമ്മൾ എല്ലാവരുടെ കമൻസിന് റിപ്ലൈ കൊടുക്കണം, കമൻസിന് റിയാക്ഷൻ വേണം. അപ്പോൾ അവർക്ക് നമ്മൾ റിപ്ലൈ കൊടുത്ത് കാണുമ്പോൾ വളരെ സന്തോഷമാകും. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. തമ്പനെയിൽ, ടൈറ്റിൽ, കീവേഡ്. അപ്പോൾ യൂട്യൂബ് ഒരു സെർച്ച് എഞ്ചിൻ ആയതുകൊണ്ട് കീവേഡ്സ് വളരെ പ്രധാനമാണ്. അപ്പോൾ ഞാൻ കീവേഡ്സൊക്കെ എങ്ങനെയാണ് ഇടേണ്ടത് എന്നതിനെക്കുറിച്ചൊരു വീഡിയോ മുമ്പിൽ അപ്ലോഡ് ചെയ്തിരുന്നു. കാണാത്തവർ അത് ഒന്ന് ചെന്ന് കാണുക. അപ്പോൾ നമ്മൾക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ പുതിയതായിട്ട് തുടങ്ങിയവരും അതുപോലെ തന്നെ ഈ അനുഭവസ്ഥരൊക്കെ ഇട്ടിട്ടുള്ള പല വീഡിയോസും നമ്മൾ മുൻപേ കണ്ട് മനസ്സിലാക്കിയാൽ നമ്മളും പോയി അതേ കുഴിയിൽ ചാടാതെ രക്ഷപ്പെട്ട് നല്ല രീതിയിൽ ചാനൽ ഗ്രോ ചെയ്ത് മുമ്പോട്ട് പോകാൻ സാധിക്കും. അല്ലാതെ എന്തെങ്കിലും പ്രശ്നങ്ങളുമായിട്ട് വരുമ്പോഴേക്ക് പിന്നെ അതിൻ്റെ പിറകെ നമ്മൾ ഓടി നടക്കുന്നതുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് കരകയറുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് യൂട്യൂബ് ഇപ്പോൾ വളരെ സ്ട്രിക്റ്റാണ്. അപ്പോൾ ഞാനിങ്ങനെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്കായി ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ തിരിച്ചെന്നെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോസ് കൺസിസ്റ്റൻ്റായിട്ട് ഇടാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്നെ മോട്ടിവേറ്റ് ചെയ്യുക. തുടർന്നും അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ നാളെ രാവിലെ വരാം. താങ്ക്